2013 ഒക്ടോബർ മാസം 16-ാം തീയതി ജയ്പൂരിന്റെ മണ്ണിന് അന്നൊരൽപ്പം ചൂട് കൂടുതലായിരുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരമാണ് വേദി. ആദ്യമിറങ്ങിയ ഓസ്ട്രേലിയൻ ബാറ്റേഴ്സ് 359 എന്ന കൂറ്റൻ വെല്ലുവിളി ഇന്ത്യക്ക് നൽകിയിട്ടാണ് അവർ ഗ്രൗണ്ടിൽ നിന്നും മടങ്ങിയത്. ശേഷം ഇന്ത്യയുടെ ഊഴം. സച്ചിനും സേവാഗും ഗംഭീറുമില്ലാത്ത ആ ഒരു ഓപ്പണിംഗ് ലൈനപ്പ്. പകരം തുടക്കക്കാരായ യുവതാരങ്ങൾ രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം കോഹ്ലി എന്ന പേരിൽ നിന്നും റൺ മെഷീനിലേക്കും തുടർന്ന് കിങ് കോഹ്ലിയിലേക്കുമുള്ള കടന്നുകയറ്റത്തിന്റെ തുടക്ക നാളുകളായിരുന്നു അത്. അപ്പോഴും സച്ചിനും സേവാഗും ഒഴിഞ്ഞുവെച്ച ആ ഓപ്പണിംഗ് പൊസിഷനിലേക്കുള്ള പുതിയ കണ്ടെത്തൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരൽപ്പം പ്രയാസകരമായിരുന്നു. അവിടേക്കാണ് ക്യാപ്റ്റൻ ധോണി ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പരീക്ഷിക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു ഓപ്പണിംഗ് ബോണ്ടിങ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മറ്റൊരു ഗോൾഡൻ ഇറയ്ക്ക് തുടക്കമിട്ടു. സച്ചിൻ ഗാംഗുലി, സച്ചിൻ സേവാഗ്, തുടർന്ന് ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ ലിസ്റ്റിലേക്ക് ആ രണ്ട് പേരുകളും ചേർക്കപ്പെട്ടു. രോഹിത് ശർമ്മ ആൻഡ് ശിഖർ ധവാൻ. അന്നത്തെ ആദ്യ ഇന്നിംഗ്സിൽ പരിചയസമ്പന്നതയുടെ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് കെട്ടിപ്പടുത്ത 359 എന്ന ടോട്ടൽ മറികടക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരൽപ്പം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡറിലെ 5 ബാറ്റ്സ്മാൻമാർക്കും 50. കൂട്ടത്തിൽ 83 റൺസുമായി ഫിലിപ്പ് ഹ്യൂബ്സും 92 അടിച്ച് ജോർജ് ബെയ്ലിയും ഓസ്ട്രേലിയൻ ടോട്ടലിന്റെ അമരക്കാരായി. തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചു. ഇന്ത്യൻ ബാറ്റേഴ്സിന് മുകളിൽ സമ്മർദ്ദം വലിഞ്ഞു മുറുക്കുക എന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ മെയിൻ സ്ട്രാറ്റജി. എന്നാൽ രോഹിത് ധവാൻ സഖ്യം സെൻസിബിൾ ഇന്നിംഗ്സിന്റെ പീക്ക് ലെവൽ അന്നവിടെ കാണിച്ചു കൊടുത്തു. ഓസീസിന്റെ കാൽക്കുലേറ്റഡ് ഡെലിവറികളെ അതിലും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് അവർ അതിർത്തികൾ ഭേദിച്ചു. ഒടുവിൽ 95 നിൽക്കെ കേവലം 5 റൺസിന് സെഞ്ചുറിക്കരികെ 27-ാം ഓവറിൽ ധവാൻ വിക്കറ്റായി മടങ്ങുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഓപ്പണിംഗ് കോംബോ കെട്ടിപ്പടുത്തത് 176 റൺസിന്റെ പാർട്ണർഷിപ്പ്. വൺ ഡൗൺ ആയി കോഹ്ലി ക്രീസിലേക്ക് എത്തുമ്പോൾ ശേഷിക്കുന്ന 27 ഓവറുകളിൽ നിന്നും വേണ്ടത് 180ഓളം റൺസ്. പിന്നീട് ജയ്പൂർ സാക്ഷ്യം വഹിച്ചത് രോഹിത് കോഹ്ലി സഖ്യത്തിന്റെ കടന്നാക്രമണമായിരുന്നു. ക്രീസിൽ നിലയുറച്ചു കഴിഞ്ഞാൽ ലോങ് ഇന്നിംഗ്സുകളിൽ തന്നെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല എന്ന് തെളിയിച്ച് രോഹിത് സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ ഒരു T20 മത്സരം കളിക്കുന്ന മൈൻഡ് സെറ്റിലായിരുന്നു കോഹ്ലി ഓരോ പന്തുകളെയും സമീപിച്ചത്. 27 പന്തുകളിൽ നിന്നും 50 പൂർത്തിയാക്കിയ വിരാട് 52-ാം പന്തിൽ ശതകം തികച്ചു. ഓസീസ് ബോളിംഗ് ലൈനപ്പ് എത്ര പരിശ്രമിച്ചിട്ടും ആ ഒരു കൂട്ടുകെട്ട് തകർക്കാനായില്ല. മിച്ചൽ ജോൺസണും വാട്സണും ഫോക്നറുമെല്ലാം 22 വാരയുടെ പല ദിശകളിലേക്കും പറന്നുയർന്നു. ശേഷം 39 പന്തുകൾ ബാക്കി നിൽക്കെ രോഹിത് കോഹ്ലി സഖ്യം മത്സരം ഫിനിഷ് ചെയ്തു. ഇന്ത്യക്ക് 9 വിക്കറ്റിന്റെ വിജയം. ഒരിക്കൽ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും സേവാഗുമെല്ലാം വല കെട്ടിക്കാത്ത ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ആ മൂവർ സംഘം അതേ പ്രൗഢിയോടെ തന്നെ നിലനിർത്തിപ്പോന്നു. ലോങ് ഇന്നിംഗ്സുകൾ കളിച്ച് ഒരു യുദ്ധം ഒറ്റയ്ക്ക് ജയിക്കാൻ ശേഷിയിൽ രോഹിത് ശർമ്മ. സെൻസിബിൾ ഇന്നിംഗ്സിന്റെ മറുവാക്കായി മാറി ശിഖർ ധവാൻ. ഇവർക്ക് രണ്ടുപേർക്കുമൊപ്പം ബിഗ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാനും ചേസ് ചെയ്യുവാനും ഒപ്പം മോഡേൺ ക്രിക്കറ്റിനനുസരിച്ച് ബാറ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് റെക്കോർഡുകൾ തീർക്കാൻ വിരാട് കോഹ്ലിയും.